കോട്ടയം ഏറ്റുമാനൂരിൽ മക്കളോടൊപ്പം കൂട്ടാത്മഹത്യ ചെയ്ത ഷൈനി വായ്പ എടുത്തത് ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്കെന്ന് ഇടുക്കി കരിങ്കുന്നം പുലരി കുടുംബശ്രീ അംഗങ്ങൾ. തിരിച്ചടവ് മുടങ്ങിയതോടെ കേസ് നൽകിയെങ്കിലും നോബിയുടെ കുടുംബം തിരിച്ചടവിന് തയ്യാറായില്ലെന്ന് കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് ഉഷ രാജു 24നോട് പറഞ്ഞു. കേസിൽ നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി തള്ളി. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്കായി 3 ലക്ഷത്തിലധികം രൂപയാണ് ഷൈനി പുലരി കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് വായ്പ എടുത്തത്. 9 മാസം മുമ്പ് ഭർത്തൃവീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയതോടെ തിരിച്ചടവ് മുടങ്ങി. കുടുംബശ്രീ അംഗങ്ങൾ പണം ആവശ്യപ്പെട്ടതോടെ ഭർത്താവ് നോബിയിൽ നിന്ന് വാങ്ങാൻ ഷൈനി ആവശ്യപ്പെട്ടു. എന്നാൽ പണം തിരിച്ചടക്കാൻ നോബി തയ്യാറാകാതിരുന്നതോടെ കുടുംബശ്രീ പോലീസിൽ പരാതി നൽകി. മധ്യസ്ഥ ചർച്ചയ്ക്കായി ഷൈനിയുടെയും നോബിയുടെയും കുടുംബങ്ങളെയും കുടുംബശ്രീ അംഗങ്ങളെയും പോലീസ് വിളിപ്പിച്ചെങ്കിലും പണം തിരിച്ചടക്കില്ല എന്നായിരുന്നു നോബിയുടെ നിലപാട്. 2 വണ്ടിയുണ്ട് ഷൈനിയുടെ പേർക്ക്, അത് എഴുതി കൊടുക്കാമെങ്കിൽ ഈ ലോൺ അടയ്ക്കാമെന്ന് പറഞ്ഞു. ഷൈനി പറഞ്ഞു അത് പറ്റത്തില്ല, എനിക്ക് പിള്ളേർക്കും ചിലവിന് വേണം, അതില്ലാതെ ഞാൻ എഴുതി കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് ഇത് ഇവരുടെ അച്ഛനുണ്ട്, നോബി ഒന്നും സംസാരിച്ചിട്ടില്ല. ഇവരുടെ അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നാണം കെടുത്തിയിട്ട് പോകുന്നവളാണ്, കേസ് കോടതിയിലിട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. 1,26,000 രൂപയാണ് ഷൈനിയുടെ പേരിലെടുത്ത വായ്പയിൽ ഇനി തിരിച്ചടയ്ക്കാനുള്ളത്. ഷൈനി മരിച്ചതോടെ വായ്പാ തുക എങ്ങനെ തിരികെ ലഭിക്കുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് പുലരി കുടുംബശ്രീ യൂണിറ്റ്. 24 ഇടുക്കി.